അതേ പ്രിയരെ, യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഇന്ന് നിൻ്റെ കണ്ണുനീരും അവൻ കാണുന്നുണ്ട്. നിന്നെ വേദനിപ്പിക്കുന്ന ചില വിഷയത്തെയും അവൻ കാണുന്നുണ്ട്. അവൻ നിന്നെയും ഈ പകൽക്കാലം കാണുന്നുണ്ട്. അതിന് ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു പകൽക്കാലമായി മാറും. അതേ പ്രിയരെ, യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. അവൻ നിൻ്റെ കണ്ണുനീർ കാണുന്നുണ്ട്, നിൻ്റെ കഷ്ടത കാണുന്നുണ്ട്, നിന്നെ വേദനിപ്പിക്കുന്നവരെ അവൻ കാണുന്നുണ്ട്. അവൻ്റെ നടുവിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നൊരു പകൽക്കാലമായി മാറും ഈ പകൽക്കാലം. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ദൈവിക സന്ദേശമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന വിലയേറിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ പ്രിയരെ, വചനം പറയുന്നു, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ യൗവനകാലത്ത് എഴുതിയൊരു പുസ്തകമാണ് സദൃശ്യവാക്യം. സദൃശ്യവാക്യങ്ങൾ നാം ക്രോഡീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് 3 എഴുത്തുകാരാണ് സദൃശ്യവാക്യം എഴുതിയത്. ഇതിനകത്ത് ഏകദേശം 29 അധ്യായം വരെ എഴുതിയത് ശലോമോനാണ്. എന്ന് പറഞ്ഞാൽ ശലോമോൻ്റെ യൗവനകാലത്ത് എഴുതിയ ഒരു വാക്യങ്ങളാണ്. അവൻ രാജസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് എഴുതിയ വാക്കുകളാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ഉത്തമഗീതത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് യൗവന നാളുകളിൽ ഉള്ളതാണ്. തൻ്റെ ആ യൗവന നാളിൽ എഴുതിയ ആ ഭാഗമാണ്. കുറച്ചും കൂടെ പ്രായമെത്തി അവൻ രാജസിംഹാസനത്തിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ എഴുതിയതാണ് സദൃശ്യവാക്യം. ഇതിനകത്ത് ആഴമേറിയ ജ്ഞാനങ്ങളുടെ ഒത്തിരി വാക്കുകളും പദങ്ങളുമുണ്ട്. നാം വായിച്ച വചനം അങ്ങനെയാണ്: യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്, അവൻ ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പകൽക്കാലം ഈ സന്ദേശം നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്ന്, ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്ന് ഈ സന്ദേശം കേട്ടാലും നിങ്ങളെയും പ്രസംഗിക്കുന്ന എന്നെയും കാണുന്നൊരു കണ്ണുകളുണ്ട്. ഈർന്നണിഞ്ഞ കണ്ണുമായി ഈ പ്രഭാതം എഴുന്നേറ്റ് വരുന്ന ആരൊക്കെയുണ്ട്? ജീവിതം തള്ളി നീക്കുന്ന ആരൊക്കെ എന്നെ ശബ്ദം കേൾക്കുന്നുണ്ട്? ജീവിതത്തിൻ്റെ മുൻപിൽ നാളെ എന്താണെന്നറിയാതെ ഉലയുന്ന ആരൊക്കെ എന്നെ ശബ്ദം കേൾക്കുന്നുണ്ട്? യുവദാസനെ എന്നെ കാണുമെന്ന് കരുതിയവർ. പലരും പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമ്പോൾ പറയുന്നൊരു പദം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്യാറുണ്ട്: ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ ഒന്ന് കാണുമെന്ന് കരുതിയവർ. ഞങ്ങളുടെ കഷ്ടത കണ്ട്, ഞങ്ങളുടെ ഇല്ലായ്മ കണ്ട്, ഞങ്ങൾ ഉടഞ്ഞത് കണ്ട്, ഞങ്ങൾ വേദനിച്ചത് കണ്ട് ഞങ്ങളുടെ കൂടെ കാണുമെന്നും ഞങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ കരുതിയവർ ഞങ്ങളുടെ തകർച്ചയിൽ ഞങ്ങളെ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ, പക്ഷെ എനിക്കൊരു ദൈവത്തെ അറിയാം. നിന്റെ വേദന കണ്ടാൽ കാണാതെ പോകുന്ന ദൈവമല്ല അവൻ. നിന്റെ വേദനയുടെ നടുവിൽ നിന്നെ കാണുന്നവൻ മാത്രമല്ല, നിനക്ക് വേണ്ടി കരുതിയത് നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ദൈവം. ഈ പകൽക്കാലം ആകാത്തവരെയും നല്ലവരെയും ഒരുപോലെ കാണുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്ക്. ഏതോ ആശുപത്രി വരാന്തയിൽ, ഏതോ ബിസിനസ് തകർന്ന്, ഏതോ ജീവിതത്തിൻ്റെ
ഭാവി ജീവിതം, കുടുംബജീവിതം തകർന്ന്, ഇതൊക്കെ കോടതിയിൽ നിന്ന് ലഭിച്ച ഏതോ പേപ്പറുകളും മുറുകെ പിടിച്ച് ജീവിതത്തിന് മുൻപിൽ കരയുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഏതൊക്കെ റിപ്പോർട്ടുകൾ, ഏതൊക്കെ കോടതിയുടെ പേപ്പറുകൾ, ഏതൊക്കെ ഡോക്ടർ എഴുതിയ റിപ്പോർട്ടുകൾ, ഏതൊക്കെ ഫെയിലായ സബ്ജക്റ്റുകൾ ജീവിതത്തിന് മുൻപിൽ എല്ലാം തകർന്നാരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവാത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നമ്മെ ഉള്ളതുപോലെ കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ കണ്ടാൽ നിന്റെ വിഷയത്തിന് പൂർണ്ണമായൊരു മറുപടി വെളിപ്പെടും. വളരെ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്പഷ്ടമായി ദൈവത്തിൻ്റെ അനുഭവം, കരുതലുകൾ അനുഭവിച്ച ഒത്തിരി പേരുണ്ട്. അതിലൊരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നൊരു വ്യക്തി. ഗന്നസരത്ത് തടാകത്തിൽ അനേക പടകുകളുണ്ട്. പക്ഷെ പത്രോസിൻ്റെ പടക്, ശീമോൻ്റെ പടക് തേടി കർത്താവ് വരിക. ഇന്ന് പകൽക്കാലം നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വ്യക്തികൾ ഈ ലോകത്ത് കണ്ടേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്നത് നിൻ്റെ കൂടാരത്തിനകത്ത് നീ മാത്രമായിരിക്കാം. ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ ദൈവം നിൻ്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരിക. ആ പടകിനകത്ത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വല നന്നാക്കിക്കൊണ്ട് ഒരുവൻ അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ പടക് ദൈവം ചോദിക്കുക, അവൻ്റെ എഫേർട്ട് കൊണ്ട്, അവൻ്റെ നോളജ് കൊണ്ട്, അവൻ്റെ പ്രാപ്തി കൊണ്ട്, അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹാർഡ് വർക്ക്, എഫേർട്ട്, കഴിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട്, അവൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നോക്കിയിട്ട് നടക്കാത്തത് അവൻ്റെ പടകിനെ എൻ്റെ ദൈവം കണ്ടപ്പോൾ, അവൻ്റെ പടകിൽ എൻ്റെ ദൈവം കയറിയപ്പോൾ, അതുവരെ കാണാത്തൊരു പെരുത്ത മീൻകൂട്ടം അവൻ്റെ മേൽ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിലൊരു ദൂത് കൈമാറുക. നിൻ്റെ എഫേർട്ട് കൊണ്ട്, നിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്, നിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ കിട്ടുന്ന ഷിഫ്റ്റുകളെല്ലാം എടുക്കുക. ഒന്ന്, കുടുംബത്തെ മറുകരയിലെത്തിക്കാൻ കിട്ടുന്ന എല്ലാ ജോലിയും നീ ചെയ്യുക. നിൻ്റെ തലമുറയ്ക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ, കാണുന്ന എല്ലാവരോടും നീ സുവിശേഷം അറിയിക്കുക. എങ്ങനെയെങ്കിലും നിൻ്റെ സഭയൊന്ന് വളർത്താൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹാർഡ് വർക്കോ, നമ്മുടെ എക്സ്പീരിയൻസോ, നമ്മുടെ എഫേർട്ടോ, നമ്മുടെ കഴിവോ ഒന്നുമല്ലാത്ത സാഹചര്യങ്ങൾ വരും. അത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യും, നമ്മൾ തന്നെ തിരിച്ചറിയും. അങ്ങനെ റിയലൈസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ എത്ര എഫേർട്ട് ചെയ്തിട്ടും, ഞാൻ എന്തെല്ലാം പ്രയത്നിച്ചിട്ടും, എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും, പക്ഷെ ഇനി ചെയ്യാൻ ഒരു ജോലിയുമില്ല. എന്നാൽ കഴിയുന്നതെല്ലാം എൻ്റെ പ്രാപ്തിയേക്കാൾ അധികമായി, എൻ്റെ വയസ്സിനേക്കാൾ അധികമായ എഫേർട്ട് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത പല ജോലികളും ഞാൻ ചെയ്തു. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കരകയറ്റാൻ, എൻ്റെ കുടുംബത്തിനൊരു നല്ല ജീവിതമുണ്ടാകാൻ, നല്ലൊരു ഭവനം പണിയാൻ, സുരക്ഷിതമായ ഒരു കരങ്ങളിൽ എൻ്റെ തലമുറയൊന്ന് ഏൽപ്പിക്കാൻ. പക്ഷെ അധ്വാനിച്ചത് മാത്രം മിച്ചം, ചെയ്ത ജോലികൾ മാത്രം മിച്ചം. അപ്പുറത്തേക്ക് ആഗ്രഹിച്ച തുറമുഖത്തേക്ക്, ആഗ്രഹിച്ച നന്മ കാണാൻ കഴിയാതെ ആരൊക്കെ ഈ ശബ്ദം കേട്ടുമ്പോൾ
ഈറനണിഞ്ഞ കണ്ണുമായി ദൈവത്തോട് നിലവിളിക്കുന്നവരുണ്ട്. നിങ്ങളോട് ആത്മാവിലൊരു ദൂത് കൈമാറാം. എൻ്റെ ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. ആകാത്തവനെയും നല്ലവനെയും ഒരുപോലെ കാണുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രയത്നങ്ങൾ നിഷ്ഫലമാകുമ്പോൾ, നമ്മുടെ ഹാർഡ് വർക്കുകൾ റിസൾട്ട് കൊണ്ടുവരാതിരിക്കുമ്പോൾ, ദൈവത്തിന് മുൻപിൽ സറണ്ടർ ചെയ്തിട്ട് നമ്മുടെ പടക് കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താൽ, ഏതു പടകാണോ നിന്റെ ശൂന്യത അനുഭവിച്ചത്, ഏത് പടകാണോ ശൂന്യമായെന്ന് നീ പറയുന്നത്, അതേ പടകിനെ നിറയ്ക്കാൻ നമ്മെ കാണുന്നൊരു ദൈവത്തിന് കഴിയും. ഞാൻ ആത്മാവിലാരെയൊക്കെ നോക്കി പ്രവചിക്കുക, എത്ര അധ്വാനിച്ചിട്ടും നിറയുന്നില്ലെന്ന് പറയുന്ന നിന്റെ പടക്, എന്തെല്ലാം ചെയ്തിട്ടും ആ എക്സാം എനിക്ക് പാസ്സാകാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൻ്റെ ആ മേഖല, എത്ര എഫേർട്ട് ഇട്ടിട്ടും എൻ്റെ തലമുറയ്ക്കൊരു നല്ല ഭാവി ഒരുക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് നീ പറയുന്ന മേഖല, എന്തെല്ലാം ചെയ്യാൻ നോക്കിയിട്ട് ഒരു നന്മ കാണാൻ കഴിയാതെ വേദനിക്കുന്ന, ഞെരുങ്ങുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകൾ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്താൽ, ഇന്ന് പകൽ നിന്നെ കാണുന്ന ദൈവം, നിന്നെ കാണുന്ന ദൈവം, നിന്റെ വേദന അറിയുന്ന ദൈവം നിനക്ക് വേണ്ടി ഈ പകൽ അത്ഭുതങ്ങളെ ചെയ്യും. ലിറ്ററലി ഈ ശബ്ദം നീ കേൾക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ക്രിയേറ്റീവായ മിറക്കിളുകൾ, അസാധാരണമായ ദൈവിക അത്ഭുതങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം ചെയ്തു തുടങ്ങും. നിന്റെ സഭയ്ക്കകത്ത് ദൈവം ചെയ്തു തുടങ്ങും. നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് എൻ്റെ ദൈവം ചെയ്തു തുടങ്ങും. വിശ്വസിക്കുക. പടകിൽ കയറി അരിമനാഥൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ശിമോൻ്റെ അടുക്കൽ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ശിമോനെ, നീ ആ ഭാഗത്ത് ആഴത്തിൽ വല വീശ്. ആ വാക്കിന് ശിമോൻ എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. സങ്കടത്തോടെ പറഞ്ഞു, നാഥാ, ഞാൻ നിന്റെ വാക്കിന് വല നിറക്കും. അർത്ഥമെന്ത്? നീ എന്നെ ഉള്ളതുപോലെ കാണുന്നത് കൊണ്ട്, എൻ്റെ വേദന ആരെക്കാളും നന്നായി നീ കാണുന്നത് കൊണ്ട്, എൻ്റെ ഞെരുക്കമാരെക്കാളും നന്നായി നീ അറിയുന്നത് കൊണ്ട് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. പകൽക്കാലം എൻ്റെ ദൈവം നിന്നെ കണ്ടാൽ നിന്റെ വല കീറുമാറും. പെരുത്ത മീൻകൂട്ടം നിന്റെ എഫേർട്ട് കൊണ്ട്, നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട്, നിന്റെ ഹാർഡ് വർക്ക് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട് നേടാൻ കഴിയാത്തത് ദൈവത്താൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുക. നിന്റെ സഭയിൽ വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കാൻ കഴിയുമോ? കാരണമെന്ത്? അവൻ നിന്നെ കാണുന്ന ദൈവമാണ്. അവൻ നിന്നെ കാണുന്ന ദൈവമാണ്. അതേ ശിമോനോട്, അതേ പത്രോസ് ടാക്സ് കൊടുക്കാൻ വഴിയില്ലാതെ വേദനിച്ചിരിക്കുന്ന സമയത്ത് പത്രോസിനോട് പറയുക, പത്രോസേ, അന്ന് നിനക്ക് പെരുത്ത മീൻകൂട്ടം തരാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇന്ന് നിനക്കുള്ള നന്മ എവിടെ ഇരിക്കുന്നെന്ന് പറയാൻ എനിക്ക് കഴിയും. കടലിൻ്റെ ആ അടിത്തട്ടിലൂടെ പോകുന്ന മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ചതുർബ്രഹ്മപ്പണം ഒളിപ്പിച്ചു വച്ച എൻ്റെ ദൈവം, വയറ്റിൻ്റെ അമനകത്ത് കിടന്ന ചതുർബ്രഹ്മ പണത്തെ കണ്ടവനാണ് എൻ്റെ ദൈവം. കണ്ട കണ്ണുകളാണ് എൻ്റെ ദൈവത്തിൻ്റെതെങ്കിൽ ഈ പകൽക്കാലം നിനക്കറിയാതെ ഏതോ സമുദ്രത്തിൻ്റെ ആഴത്തിൽ, ഏതോ രാജ്യത്തിനകത്ത്, ഏതോ പട്ടണത്തിനകത്ത്, ഏതോ
ഭൂഖണ്ഡങ്ങൾക്കകത്ത് നിന്നെ വളർത്താൻ, നിന്നെ ഉയർത്താൻ, നിനക്ക് വേണ്ടി കരുതാനുള്ള ചില നന്മകളെ കണ്ടിട്ടുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുക, നീ വിശ്വസിക്ക്, നിന്നെ വളർത്താനുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഉണ്ടെന്ന് അത് എനിക്ക് മാത്രം അറിയാം. നീ എന്തിനാകുലപ്പെടുന്നേ? സമയമാകുമ്പോൾ അത് നിൻ്റെ മുമ്പിൽ വെളിപ്പെടും. വിശ്വസിക്ക്, ഈ പകൽ ദൈവം കണ്ട ചില നന്മകൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെളിപ്പെടാൻ പോവുക. എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തിപ്പിടിച്ച് ഈ പ്രഭാതത്തിൽ സ്വർഗത്തോട് ആഴമായൊന്ന് പ്രാർത്ഥിച്ചോ. അപ്പനെ, ഈ നിമിഷം ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞെരുങ്ങുന്ന, വേദനിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്, എഫേർട്ട് കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട് ലഭിക്കാത്ത ചില നന്മകൾ, സ്വർഗം കണ്ട ചില നന്മകൾ അവരുടെ കണ്ണിൻ്റെ മുൻപിൽ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. ഞാൻ ഈ ജനത്തെ അങ്ങനെ വചനമയച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആഴമേറിയ കരസ്പർശനം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഇതുവരെയും കാണാത്ത ചില ദൈവപ്രവൃത്തികൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ചില അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന പകലായി മാറട്ടെ. ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ദൈവം നിന്നെ കണ്ടതുകൊണ്ട്, മെനക്ക് വേണ്ടി ദൈവം കണ്ട ചില നന്മകൾ നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടും. വിശ്വസിക്ക്. ഈ പകൽക്കാലം ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ഹൃദയം തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. അതുപോലെ എല്ലാ പ്രഭാതത്തിലും ദൈവം തരുന്ന ആലോചനകൾ നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതെല്ലാ പ്രഭാതങ്ങളിലും കേൾക്കണമെങ്കിൽ, അത് നിങ്ങളുടെ അടുക്കൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാം. ആമേൻ.